നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് അലക്കിൻ്റെ ആദ്യത്തെ 5 വചനങ്ങൾ വഹയിൻ്റെ രൂപത്തിൽ ലഭിച്ചതിന് ശേഷം പിന്നെന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കാവുന്നതാണ്. നബി നൂറ് പർവ്വതം ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നു. വീട്ടിൽ ഭാര്യയുടെ അടുത്ത് ചെന്ന് പുതച്ച് മൂടിക്കൊടുക്കാൻ പറഞ്ഞു. അവർ പുതച്ച് മൂടിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷം അല്പം ഒന്ന് അയഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ഭാര്യ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് എന്താണ് നടന്നത് എന്ന് അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം നടന്ന സംഗതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഘട്ടത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചിട്ടുള്ളത് വല്ലാഹി ലൻ യുഖ്സികല്ലാഹു അബദൻ, താങ്കളിതിൽ വിഷമിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ താങ്കളെ ഒരിക്കലും അള്ളാഹു കൈവടിയുകയില്ല. എന്തുകൊണ്ട്? താങ്കളിൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് അവരെണ്ണി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങൾ മക്കയിലെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ പ്രാധാന്യമുള്ളതും സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതുമായിട്ടുള്ള ഗുണങ്ങളാണ് ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹ എണ്ണി പറയുന്നത്. അത് സ്വാർത്ഥത്തിന് വേണ്ടിയുള്ളതല്ല, മറ്റുള്ള ആളുകളുടെ കണ്ണീരൊപ്പാനും അവർക്കുള്ള പ്രയാസങ്ങൾ ദൂരീകരിക്കാനും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് നല്ല നിലയിൽ കൊണ്ടുനടക്കാനും ഒക്കെ ഉപയുക്തമായിട്ടുള്ളതും അവർക്കൊക്കെ മാതൃകയായി സ്വീകരിക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയുടെ കൂടി ഭാഗമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്ന കാര്യം. അപ്പോൾ അതെല്ലാം എടുത്തു പറഞ്ഞിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നത്. അതിനുശേഷം ഖദീജ റളിയല്ലാഹു അൻഹ വറക്കത്ത്, തൻ്റെ പിതൃവ്യപുത്രനായിട്ടുള്ള വറക്കത്ത്, ക്രിസ്തീയ പണ്ഡിതനായിരുന്ന വറക്കത്തിനെ സമീപിക്കുന്നുണ്ട്. അവിടെ വറക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വറക്കത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. എന്നിട്ട് വറക്കത്ത് ഖദീജയിൽ നിന്ന് കേട്ട സംഗതിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. ഇത് നേരത്തെ മുൻ പ്രവാചകന്മാർക്കൊക്കെ വന്നിട്ടുള്ള നാമൂസ്, ദൈവിക ദൂതനാണ്. ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന നിൻ്റെ ഭർത്താവ്, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയോട് അദ്ദേഹം പറയുന്നത് നിൻ്റെ ഭർത്താവ് മുഹമ്മദ് അദ്ദേഹം ഒരു പ്രവാചകനാണ്, അതുകൊണ്ട് ഇതിൽ ഭയക്കാനില്ല എന്നാണ് അദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രയോഗം തന്നെ ഇങ്ങനെയാണ്: വല്ലദീ നഫ്സു വറഖ ബിയദിഹി, വറഖയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനിൽ സത്യം. ലൈൻ കുന്തി സദ്ദഖ്തിനി യാ ഖദീജ, ഖദീജ നീ എന്നോട് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ലഖദ് ജാഅഹുൻ നാമൂസുൽ അക്ബർ, ആ മഹാനായിട്ടുള്ള ദൂതനാണ്. മഹാനായിട്ടുള്ള ദൂതൻ എന്ന് പറഞ്ഞാൽ മലക്കിനെ സംബന്ധിച്ചാണ് ഇവിടെ അന്നാമൂസുൽ അക്ബർ എന്ന് പറയുന്നത്. ആ ദൂതനാണ് മുഹമ്മദിനെ സമീപിച്ചിട്ടുള്ളത്. അല്ലദീ കാന യഅ്തി മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വന്നിരുന്ന അതേ ദൂതൻ. വ ഇന്നഹു ലനബിയ്യു ഹാദിഹിൽ ഉമ്മ, അദ്ദേഹം ഈ സമൂഹത്തിലേക്ക് നിയുക്തനായിട്ടുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് ഫഖൂലി ലഹു ഫൽ യസ്ബുത്ത്, അദ്ദേഹത്തോട് പറഞ്ഞേക്കണം സ്ഥിരമായി നിൽക്കാൻ, മനഃശാന്തിയോടുകൂടി പ്രയാസപ്പെടാതെ നിലകൊള്ളാൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വറക്കത്ത് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബയുടെ അടുത്ത് വെച്ച് നേരിട്ട് കാണുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് യബ്ന അഖി അഖ്ബിർനി ബിമാ റഅയ്ത വസമിഅത, നീ കണ്ടതും കേട്ടതുമായ കാര്യം ഒന്ന് പറഞ്ഞതാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംഗതികളൊക്കെ പറഞ്ഞു. അപ്പോൾ കാല വറക്ക അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താണ്? വല്ലദീ നഫ്സി ബിയദിഹി ഇന്നക ലനബിയ്യു ഹാദിഹിൽ ഉമ്മ,
എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനിൽ സത്യം, താങ്കൾ ഈ സമൂഹത്തിലേക്കുള്ള പ്രവാചകനാണ്. എന്നിട്ട് അദ്ദേഹം പറയണത് വഖദ് ജാഅക്കൻ നാമൂസുൽ അക്ബർ അല്ലദീ ജാഅ മൂസ അലൈഹിസ്സലാം എന്ന് തന്നെയാണ്. നേരത്തെ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ അതേ കാര്യം. മൂസയുടെ അടുത്ത് വന്ന അതേ ദൂതനാണ് താങ്കളുടെ അടുത്ത് വന്നിട്ടുള്ളത്. വല തുക്കദ്ദബന്നഹു വല തുഖാത്തലൻ വല ഇൻ അദ്റക്തു ദാലിക്കൽ. താങ്കളെ ആളുകൾ തള്ളിപ്പറയും, അവർ താങ്കളോട് യുദ്ധം ചെയ്യും. അന്ന് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ലഅൻസുറന്നല്ലാഹ നസ്റൻ യഅലമുഹു, ഞാൻ അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ടുള്ള താങ്കളെ, അല്ലെങ്കിൽ താങ്കൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ദീനിനെ ഞാൻ ശക്തമായിട്ട് സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഫഖാലൻ നബി സുമ്മ അള്ളാഫ, എന്നിട്ട് അദ്ദേഹം പിന്നീട് ഇത്ര കൂടെ പറയുന്നുണ്ട്, യാ ലൈതനി ഫിഹാ ജദഅൻ, ഞാൻ അന്നൊരു നല്ല ശക്തനായിട്ടുള്ള ബലമൊക്കെയുള്ള ഒരു നല്ല യുവാവായിരുന്നുവെങ്കിൽ, യാ ലൈതനി അകൂന ഹയ്യൻ ഇത് യുഖ്രിജുക ഖൗമുക, നിൻ്റെ സമൂഹം നിൻ്റെ നാട്ടിൽ നിന്ന് നിന്നെ ബഹിഷ്കരിക്കുന്ന പുറത്താക്കുന്ന ഒരു നാൾ വരും, അന്ന് ഞാൻ ജീവിച്ചിരുന്നു എങ്കിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അവ മുഖരിജിയഹും, അല്ല അവരെന്നെ പുറത്താക്കുന്നു, ഈ സമൂഹം എന്നെ എത്രമാത്രം സ്നേഹത്തോടു കൂടി പരിഗണനയോടു കൂടിയാണ് കാണുന്നതെന്ന് എനിക്കറിയാലോ, അങ്ങനെയുള്ള ഒരു സമൂഹം എന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വർക്കത്തിനോട് ചോദിക്കുന്നത്. അതിന് വർക്കത്തിൻ്റെ മറുപടി എന്താണ്? നഅം ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഇത ബിഹി ഇല്ലാ ഊദിയ, താങ്കൾ കൊണ്ടുവന്ന ഇതുപോലുള്ള സന്ദേശവുമായി വന്നിട്ടുള്ള ഏതൊരു ആളോടും ശത്രുത പുലർത്തിയിട്ടേ ഉള്ളൂ, സമൂഹം അവരോട് ശത്രുതയിൽ വർത്തിച്ചിട്ടേ ഉള്ളൂ. വഇൻ യുദ്രിക്കിനി യൗമക് അൻസുറുക നസ്റൻ മുഅസ്സറൻ, എന്നിട്ട് പിന്നെയും അദ്ദേഹം പറഞ്ഞത്, ആ ദിവസം ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കുന്ന. അപ്പോൾ ഇവിടെ ഒന്ന് ഖദീജ ഉറക്കത്തിനെ കാണുന്നു, എന്നിട്ട് ഖദീജ സംഗതികൾ വിവരിച്ചു കൊടുക്കുന്നു. അവിടെ ഖദീജയോട് ഉറക്കത്ത് പറയുന്നത് ഇത് പ്രവാചകന്മാർക്ക് മൂസാ നബി അലൈഹി സ്വലാമിനടക്കം വന്നിട്ടുള്ള ദൂതനാണ്. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് സംഗതികളൊക്കെ അന്വേഷിച്ചറിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹത്തോടും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടാനിരിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും ശത്രുതയും എത്രമാത്രം ഗൗരവതരമായിരിക്കും എന്നുള്ള കാര്യവും കൂടി ഇവിടെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് വറഖത്ത് എന്ന് പറയുന്ന അന്ന് മക്കയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ, പണ്ഡിതൻ, അദ്ദേഹം പുരോഹിതൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ഒരു ക്രിസ്തീയ പണ്ഡിതൻ ഈ വസ്തുതകൾ കേട്ടറിഞ്ഞ് താൻ വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവിടെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ആദ്യമായിട്ട് സൂറത്ത് അലക്കിലുള്ള ഈ ആദ്യത്തെ 5 വചനങ്ങൾ ഇറങ്ങിയതിന് ശേഷം പിന്നീട് കുറച്ച് നാളേക്ക് വഹി നിലച്ചു പോകുന്നുണ്ട്. ഇതിന് സാങ്കേതികമായി പറയാം ഫത്രത്തുൽ വഹി എന്നാണ്, വഹിയിൻ്റെ നിലക്കൽ. അപ്പോൾ നിലച്ചിട്ടുള്ളൊരു സന്ദർഭം. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യത്തിൽ അല്പം പ്രയാസം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സംഭവിച്ചിട്ടുള്ളത് എന്താണ്? പിന്നീട് അദ്ദേഹത്തിന് ജിബ്രീലിനെ കാണാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം, ജിബ്രീലിൽ നിന്ന് വഹി വല്ലതും കിട്ടണം എന്നുള്ള ആ അടങ്ങാത്ത താല്പര്യമായിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മാനസിക രോഗി എന്നൊക്കെ പറയുന്ന ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് അവരുടെ മുമ്പിൽ ഉന്നയിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു മാനസിക രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഉണ്ടാവുന്ന മനോരോഗം അത് നിലനിന്ന് കാണണമെന്നും അതിലെന്തോ കുറവ് വന്നാൽ അദ്ദേഹത്തിന് പിന്നെ അതിൽ പ്രയാസം അനുഭവപ്പെടും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു മാനസിക രോഗി ലോകത്തുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു രോഗി ഉണ്ടാവില്ല.
അയാളിതൊന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ആൾക്കാണ് അല്പമെങ്കിലും അയാൾക്ക് സ്വബോധം ഉണ്ടാകുമ്പോഴൊക്കെ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും അയാൾ ചികിത്സയ്ക്ക് വിധേയനാവുന്നതും മരുന്ന് കഴിക്കുന്നതും ഒക്കെ. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ തൻ്റെ അടുത്ത് വന്നിട്ടുള്ള മലക്കിനെ കാണാനുള്ള ആഗ്രഹം, അദ്ദേഹത്തിൽ നിന്ന് വല്ലതുമൊക്കെ കേൾക്കാനുള്ള ആഗ്രഹവും അത് അടക്കി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അത് പിന്നെയും കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ തൻ്റെ മനസ്സിലേക്ക് അള്ളി പിടിച്ചു വരുന്നതായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. ജിബ്രീൽ വന്നെങ്കിലോ എന്നുള്ള നിലക്ക്. ജിബ്രീൽ വരുന്നില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനാവുന്നത് മാത്രമല്ല, ഹദീസുകളിൽ ഉദ്ധരിച്ചു വന്നതനുസരിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ആഗ്രഹിച്ചു പോകുന്നുണ്ടെന്നുള്ള. അങ്ങനെ അദ്ദേഹം ഒരു മലയുടെ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീണ്ടും ജിബ്രീൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായിട്ട് ഹദീസ് ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ഇതിനെ എണ്ണിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ നിരാകരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു പ്രവാചകൻ എങ്ങനെയാണ് ആത്മഹത്യക്ക് ഉദ്യമിക്കുക? യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന സംഗതി ഉറക്കത്തിൽ നിന്ന് കേട്ടതല്ലാതെ അദ്ദേഹത്തോട് ജിബ്രീൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്നാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, പ്രവാചകനാവുമ്പോഴും മനുഷ്യനാണ് എന്നുള്ളതാണ്. അപ്പോൾ താൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ലഭിക്കാതെ വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടാവുന്നു. എന്തുകൊണ്ട് തനിക്കിത് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുന്നു. എങ്കിൽ പിന്നെ ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാനുഷികമായിട്ടുള്ള ആ ഒരു ദൗർബല്യത്തിൻ്റെ ഭാഗമാണ്. അത് ഒരു പ്രവാചകനെ സംബന്ധിച്ചും ഉണ്ടാകാം. പക്ഷെ അതുണ്ടാകുമ്പോൾ അവിടെ മറ്റുള്ളവരിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു സാധ്യത എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അള്ളാഹു തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ ഒരു ശ്രമം നടത്താൻ ഉദ്യമിക്കുമ്പോൾ അവിടെ ജിബ്രീൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോട് ജിബ്രീൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ ജിബ്രീലാണെന്നും താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി അദ്ദേഹം ആ ഉദ്യമത്തിൽ നിന്ന് പിൻവലിയുന്നതായിട്ടും കാണാൻ കഴിയും. അതിനെ തുടർന്നാണ് പിന്നീട് അദ്ദേഹം ജിബ്രീലിനെ രണ്ടാമത് കാണുന്നതും ജിബ്രീൽ അദ്ദേഹത്തിന് സൂറത്ത് മുദ്ദസിറിൻ്റെ ആദ്യ ഭാഗം ഓതി കേൾപ്പിക്കുകയും ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് രണ്ടാമതായിട്ട് ലഭിച്ചിട്ടുള്ള വഹീൻ്റെ ഭാഗമാണ് സൂറത്ത് മുദ്ദസിറിൻ്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞത്. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. ഇതാണ് ആ ഭാഗം എന്ന് പറഞ്ഞത്. അവിടെ യാ അയ്യുഹൽ മുദ്ദസിർ, പുതച്ചു കിടക്കുന്ന മനുഷ്യ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, എന്നിട്ട് മുന്നറിയിപ്പ് നൽകുക. റബ്ബക ഫക്കബ്ബിർ, നിൻ്റെ നാഥനെ മഹത്വപ്പെടുത്തുക. വസിയാബക ഫതഹിർ, നിൻ്റെ വസ്ത്രം ശുദ്ധീകരിക്കുക. വറുജ്സ ഫഹ്ജുർ, മ്ലേച്ഛതകൾ വർജിക്കുക, വെടിയുക. വലാ തംനുൻ തസ്തക്സിർ, ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും നീ നന്മ ചെയ്യരുത്, അല്ലെങ്കിൽ നീ ചെയ്യുന്ന നന്മകൾ എടുത്തു പറയാൻ പാടില്ല എന്നിങ്ങനെ പ്രാഥമികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്. ഒന്ന്, താങ്കളൊരു ദൂതനാണ്, പ്രവാചകനാണ്, താങ്കൾ പൊതിച്ചു കിടക്കല്ല വേണ്ടത്, എന്നിട്ട് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാണ് വേണ്ടത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ മുന്നറിയിപ്പ് നൽകുമ്പോൾ താങ്കളുടെ ജീവിതത്തെ അതിന് പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. താങ്കൾ ജീവിതത്തിൽ മാതൃക സൃഷ്ടിക്കേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുത്ത് വേണം അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള നിർദ്ദേശമാണ് ഇവിടെ നൽകുന്നത്. അതാണ്
അവിടെ ഒന്ന് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനുള്ളതാണെങ്കിൽ രണ്ടാമത്തേത് ജീവിത വിശുദ്ധി കൈവരിക്കാനുള്ളതാണ്. അപ്പോൾ തിയാബക്ക പത്തഹിർ എന്ന് പറയുമ്പോൾ ബാഹ്യവസ്ത്രത്തെ മാത്രമല്ല, തൻ്റെ മനസ്സ്, തൻ്റെ ആദർശം, വിശ്വാസം, കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ മലീമസമായിട്ടുള്ള ചുറ്റുപാട് നിന്ന് ലഭിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ വല്ലതുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തമാക്കി ശരിയായിട്ടുള്ള രീതി കൈക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണം. അങ്ങനെ ജനങ്ങൾക്ക് മാതൃകയായി തീരുന്ന വിധത്തിൽ ശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. മ്ലേച്ഛതകളെല്ലാം ഒഴിവാക്കണം എന്നാണ്. അതിൽ വിഗ്രഹ പൂജ തൊട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്തൊക്കെ മ്ലേച്ഛതകളുണ്ടോ അതൊക്കെ അതിൽ വരുന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ശുദ്ധമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുത്ത് അതോടൊപ്പം തന്നെ സമൂഹത്തിന് ആളുകൾക്ക് വല്ല നന്മയും ചെയ്യുമ്പോൾ അത് അവരുടെ കയ്യടി വാങ്ങാനും അവരുടെ പ്രശംസ പിടിച്ചു പറ്റാനും അവരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ വാങ്ങാനും വേണ്ടി ആകാൻ പാടില്ല. എന്ന് മാത്രമല്ല, അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ രണ്ടാമത് കിട്ടുന്ന വഹിയോടുകൂടിയാണ് പിന്നീട് ഏതാനും ദിവസം നിലച്ചു പോയ വഹി രണ്ടാമത് ആവർത്തിക്കപ്പെടുന്നതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കാണുന്നത് പ്രത്യേക അവസ്ഥയിലാണ് എന്നതുകൂടി ഹദീസുകളിൽ ഉദ്ധരിച്ചു വന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരാൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഒന്നാമതായിട്ട് അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് മലക്ക് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു സൃഷ്ടിയുണ്ടെന്നും ആ സൃഷ്ടികൾക്ക് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതമാണുള്ളതെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നതിൽ കവിഞ്ഞ് അവർക്ക് മറ്റ് യാതൊന്നിനോടും താല്പര്യമില്ലാന്നും അവരിലൂടെയാണ് അള്ളാഹു മനുഷ്യർക്ക് പ്രവാചകന്മാർക്ക് വഹി നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ആ വഹിയിലൂടെ ലഭിക്കുന്ന സന്ദേശമാണ് പ്രവാചകന്മാർ തങ്ങളുടെ സമൂഹങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്നും അത് തന്നെയാണ് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുമൊക്കെ മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഇതൊരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അംഗീകരിക്കേണ്ടതുണ്ട്, മലക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, വഹീനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന് അറിവ് ലഭിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് മാത്രമല്ലാന്നും അതിനപ്പുറത്ത് അള്ളാഹു അവന് നൽകുന്ന സവിശേഷമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടെന്നും അതിന് അള്ളാഹു തന്നെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് പ്രവാചകത്വത്തിൽ വഹയിൽ ഇതിലൊക്കെ ഒരു മനുഷ്യന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കേവലം ചില വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഇട്ടുള്ള ചില ആശയങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംഗതി മാത്രമായിട്ട് തോന്നുള്ളൂ. അവരതിനത്ര മാത്രം വിലയും കൽപ്പിക്കൂല. അപ്പോൾ ഇത് അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ്, അല്ലെങ്കിൽ അതാണ് സത്യം എന്നുള്ളതാണ് അവർ അംഗീകരിക്കുക. ഇവിടെയാണ് ഇസ്ലാമും കുഫറും ഖുർആനിക വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുമൊക്കെ വ്യത്യസ്തമാകുന്നതും വേറിട്ട് നിൽക്കുന്നതും ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിനെ അംഗീകരിക്കുമ്പോൾ ആ ഖുർആൻ എങ്ങനെ അവതീർണമായി, ആർക്ക് അവതീർണമായി, എങ്ങനെ അവതീർണമായി, ആ അവതീർണമായി ഇത് കിട്ടിയിട്ടുള്ള മനുഷ്യൻ്റെ സ്വഭാവ മഹിമ എന്തായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചു പോന്നിട്ടുള്ളത്, അദ്ദേഹം എങ്ങനെയാണ് ലോകത്തിന് മാതൃക കാണിച്ചിട്ടുള്ളത്, ഇതൊക്കെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ബോധ്യമാവുക. എന്നാൽ ഇതിനെ നിരാകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ഒരു സംഭവത്തിന് സാധ്യതയില്ല എന്ന് പറയുകയും അള്ളാഹുവിനെ, വഹീനെ, പ്രവാചകനെ, പരലോകത്തെ അങ്ങനെയുള്ള എല്ലാ സാധ്യതകളെയും തള്ളിപ്പറയുകയും ചെയ്യാനുള്ളതാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ രണ്ട് വ്യതിരിക്തമായിട്ടുള്ള അല്ലെങ്കിൽ തീർത്തും ഭിന്നമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വഴികളാണുള്ളത്. ഒന്ന് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന മുമ്പോട്ട് വെക്കുന്ന ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ വഴിയാണെങ്കിൽ, രണ്ടാമത്തേത് അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ദുർമാർഗത്തിൻ്റെ, അസത്യത്തിൻ്റെ, അധർമ്മത്തിൻ്റെ മാർഗമാണ്.
ഈ സത്യത്തിൻ്റെ വഴി ജനങ്ങൾക്ക് വെട്ടിത്തെളിയിച്ചു കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചത്. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത്. ആ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണം അദ്ദേഹം തന്നെ നൽകണമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അത് സമാന്തരമായി പോകാനുള്ളതല്ലാതെ ഒരിക്കലും അത് ഒത്തുകൂടുകയില്ല. ചിലപ്പോൾ ഏറ്റുമുട്ടി എന്ന് വരും. ആ ഏറ്റുമുട്ടുമ്പോൾ പോലും അവിടെ ഇസ്ലാമിൻ്റെ പക്ഷത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തന്മയത്വത്തോടു കൂടി വിവേകത്തോടു കൂടി കാര്യങ്ങൾ കൈയാളുകയും ഈ വസ്തുതകൾ സത്യം അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം 23 വർഷക്കാലം നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അതിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ എപ്പോഴും അവരുടെ ആയുധം മൂർച്ച കൂട്ടും, ഉപജാപങ്ങളിൽ ഏർപ്പെടും എന്നൊക്കെ ശരിയാണ്. പക്ഷെ അതിനെ അതിജയിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാമെന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ മാർഗമുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മക്കയിലെ 13 വർഷക്കാലത്തെ, മദീനയിലെ 10 വർഷക്കാലത്തെ, അങ്ങനെ 23 വർഷക്കാലം പ്രവാചകത്വ ലബ്ധിക്ക് ശേഷമുള്ള 23 വർഷക്കാലം കാണിച്ചു തന്നിട്ടുള്ളത് എന്നതുകൂടിയാണ് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം.